വടകര എം.പി ഷാഫി പറമ്പിൽ ഷോഫിയാണെന്നാണ് സഖാക്കന്മാരുടെ പ്രധാന ആരോപണം. എം.പി എന്ന നിലയിൽ ഷാഫി തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നില്ലെന്നും സ്ക്രീൻ പ്രസൻസ് മാത്രം ആഗ്രഹിക്കുന്ന ആളാണ് ഷാഫി എന്നുമാണ് സഖാക്കന്മാർ സ്ഥാപിക്കാൻ ശ്രമിക്കാറുള്ളത്. എം.പി ഫണ്ട് വിനിയോഗം ഷാഫി പറമ്പിൽ കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടാക്കി ഷാഫിയെ കരിവാരി തേക്കാൻ ഇടതനുകൂലികൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ച് ചീറ്റിപ്പോയതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഒരു എം.പി എന്ന നിലയിൽ താൻ കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഷാഫി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. മലയാളികൾ ഏറെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥയെക്കുറിച്ചോർത്ത് അവരുടെ കുടുംബങ്ങൾ ഏറെ അങ്കലാപ്പിലാണ്. സങ്കീർണമായ സാഹചര്യത്തിൽ എംബസി പോലും നിസ്സഹായരായ അവസ്ഥയിൽ ഷാഫി പറമ്പിലിന്റെ നിർണായകമായ ഇടപെടലിലൂടെ തിരിച്ചെത്തിയെന്ന വെളിപ്പെടുത്തലാണ് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ നടത്തിയിരിക്കുന്നത്. മരണത്തിന്റെ നിഴലിൽ വീണ ബഹ്റൈന്റെ മണ്ണിൽ നിന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ സുരക്ഷിതനായി മടങ്ങിയെത്തിയതിന് പിന്നിൽ ഷാഫി എംപിയുടെ നിർണായകമായ ഇടപെടലായിരുന്നുവെന്നാണ് ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ. മിസൈലുകൾ ആകാശത്ത് അഗ്നിഗോളങ്ങളായി പായുന്നതും കെട്ടിടങ്ങൾ കത്തിയമരുന്നതും നേരിട്ട് കണ്ട ഭീതിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചുന്ന നിമിഷങ്ങളാണ് സഹായഹസ്തവുമായി ഷാഫി പറമ്പിലെത്തിയത്. കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബഹ്റൈനിൽ എത്തിയതായിരുന്നു ബിഷപ്പും സംഘവും. മടക്കയാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുവെന്ന വാർത്ത അറിയുന്നത്. വിമാനം പുറപ്പെടാൻ അരമണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ ബഹ്റൈനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. അതോടെ വിമാനത്താവളം അടച്ചു. സുരക്ഷിതമെന്ന് കരുതിയ ഹോട്ടലിന് തൊട്ടടുത്തായിരുന്നു അമേരിക്കൻ ബേസ് എന്നതുകൊണ്ട് അവിടെ നിന്നും അടിയന്തരമായി മാറേണ്ടി വന്നു. സംഘാടകർ ഒരുക്കിത്തന്ന താൽക്കാലിക താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ആകാശത്ത് മിസൈലുകൾ തമ്മിൽ കൂട്ടിമുട്ടി തകരുന്ന കാഴ്ച ബിഷപ്പും സംഘവും കണ്ടത്. വാർത്താ ചാനലുകളിൽ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം ഓരോ നിമിഷവും തങ്ങളൊരു ഇരയായി മാറിയേക്കാം എന്ന ഭീതിയിലായിരുന്നു ആ നാളുകളെന്ന് ബിഷപ്പ് പറയുന്നുണ്ട്. പകലും രാത്രിയും ഭയപ്പെടുത്തുന്ന ബോംബ് സ്ഫോടനങ്ങൾ. നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവർ നിരന്തരം ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതെടുത്ത് സംസാരിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അക്ഷരാർത്ഥത്തിൽ ഒരു ട്രോമയിലൂടെയാണ് കടന്നുപോയതെന്നും അദ്ദേഹം വിവരിച്ചു. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കൂടെ നിന്നത് ഷാഫി പറമ്പിലാണെന്നും ബിഷപ്പ് പറഞ്ഞു. ബഹ്റൈനിൽ കുടുങ്ങിപ്പോയ തന്നെയും കൂടെയുള്ളവരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഷാഫി പറമ്പിൽ എം.പി നടത്തിയ ഇടപെടലുകൾ മറക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സൗദി വഴി നാട്ടിലേക്ക് വരാനുള്ള വിസ നടപടികൾ വേഗത്തിലാക്കാൻ ഷാഫി പറമ്പിൽ നേരിട്ട് വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു. എങ്ങനെയെങ്കിലും വേഗം നാട്ടിലെത്താനുള്ള ശ്രമം എംബസി വഴി നടത്തിയെങ്കിലും യാതൊരുവിധ നീക്കുപോക്കും ഉണ്ടായില്ലെന്നും ബിഷപ്പ് കുറ്റപ്പെടുത്തി. അംബാസഡറെ നേരിട്ട് വിളിച്ചിട്ടും കൃത്യമായ മറുപടി ലഭിക്കാതിരുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഫോൺ കോൾ എത്തുന്നത്. ഉടനെ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന ഷാഫിയുടെ വാക്ക് കേട്ടതോടെയാണ് ശ്വാസം ഒന്ന് നേരെ വീണതെന്നും ബിഷപ്പ് പറഞ്ഞു. ബഹ്റൈനിൽ വിസ കാലാവധി തീരാറായ സാഹചര്യത്തിൽ സൗദി അറേബ്യ വഴി മടങ്ങാനുള്ള വഴി തെളിച്ചത് ഷാഫി പറമ്പിലിന്റെ ഇടപെടലായിരുന്നു. ബിഷപ്പിനും കൂടെയുണ്ടായിരുന്ന 2 സഹോദരങ്ങൾക്കും ആവശ്യമായ വിസ നടപടികൾ ഷാഫി നേരിട്ട് ഇടപെട്ട് വേഗത്തിലാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും ഒരു ഫോൺ കോളിനപ്പുറം തന്നെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ അദ്ദേഹം കാട്ടിയ ശുഷ്കാന്തി ഏറെ വലുതാണെന്നും മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയിൽ ബിഷപ്പ് കടുത്ത അമർഷം രേഖപ്പെടുത്തി. യുദ്ധമേഖലയിൽ ഒരു ഇന്ത്യക്കാരൻ കുടുങ്ങിക്കിടക്കുമ്പോൾ അത് അന്വേഷിക്കാനും അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനുമുള്ള ഉത്തരവാദിത്തം എംബസിക്കുണ്ട്. മറ്റ് രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്കായി വിമാനത്താവളങ്ങളിൽ വിസയില്ലാതെ തന്നെ താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കുമ്പോൾ നമ്മുടെ എംബസി കാണിച്ച തണുപ്പൻ പ്രതികരണം തന്നെ ഏറെ വിഷമിപ്പിച്ചു. അതേസമയം യുദ്ധത്തെ തുടർന്നുള്ള പ്രത്യേക സാഹചര്യത്തിൽ ബഹ്റൈനിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്കായി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഷാഫി പറമ്പിൽ എംപി ആവശ്യപ്പെട്ടു. ബഹ്റൈനിലെ അന്താരാഷ്ട്ര വിമാനത്താവളം താൽക്കാലികമായി അടച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രവാസികളെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എംപി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് കത്തയച്ചിട്ടുണ്ട്.